നമസ്കാരം. ഡൊമസ്റ്റിക് ലോജിസ്റ്റിക് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട അവസാന മൊഡ്യൂളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് വരുന്ന മൊഡ്യൂൾ ഒരു ഓപ്പൺ എൻഡഡ് മൊഡ്യൂളാണ്. അത് നിങ്ങളുടെ സ്ഥാപനത്തിൽ, വിദ്യാലയത്തിൽ നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മളിവിടെ വീഡിയോസിൽ അവസാനമായിട്ട് കണക്കാക്കുന്നത് ഫോർത്ത് മൊഡ്യൂളാണ്. ഈ ഫോർത്ത് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫോർത്ത് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റിംഗ് സിസ്റ്റം ഇൻ ലോജിസ്റ്റിക്സിലാണ്. ലോജിസ്റ്റിക് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് കോസ്റ്റിംഗ് ഐഡന്റിഫൈ ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട ചിലവുകൾ മനസ്സിലാക്കുക. എന്തിനാണ് നമ്മൾ ശരിക്ക് ലോജിസ്റ്റിക് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ചിലവുകൾ കണക്കാക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ട്രൂ എക്സ്പെൻസ് ഫോർ ഓപ്പറേഷൻ, ട്രൂ എക്സ്പെൻസസ് ഓഫ് ഓപ്പറേഷൻസ്. നമ്മൾക്ക് ഈ ലോജിസ്റ്റിക് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ചിലവ് വന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മൾ അതിന്റെ വരവ് ചെലവ് കണക്കുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദെൻ അതുപോലെ തന്നെ ബെറ്റർ പ്രൈസിങ്ങിന് നമ്മളൊരു ലോജിസ്റ്റിക് ഓപ്പറേഷൻ അഥവാ നമ്മളടുത്ത് ഒരാൾ ഒരു ഗുഡ്സ് ഏൽപ്പിച്ചു, അതിനാൾക്ക് എത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അതിനൊരു ചാർജ് ഈടാക്കുമല്ലോ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന്. ഈ ഗുഡ്സ് ഏൽപ്പിച്ച ആളെ നിന്ന് ഡെലിവറി ചാർജ്. ആ ഡെലിവറി ചാർജ് എത്രയെന്ന് ഫിക്സ് ചെയ്യുന്നത് നമ്മൾ വെറുതെ ഫിക്സ് ചെയ്യല്ല. ഈ കോസ്റ്റ് ഡാറ്റ വെച്ചിട്ട് എത്ര കോസ്റ്റ് വരുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഡെലിവറി ചാർജ് ഫിക്സ് ചെയ്യുന്നത്. സോ അത്തരത്തിലുള്ള ലോജിസ്റ്റിക് ഓപ്പറേഷൻ പ്രൈസിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ ലാഭം, ഏതൊരു ബിസിനസ്സും നിലനിൽക്കുന്നത് അത് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന സമയത്താണ്. നമ്മുടെ ഈ ലോജിസ്റ്റിക് കമ്പനി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് പ്രോഫിറ്റ് ഏൺ ചെയ്യണം. അപ്പൊ പ്രോഫിറ്റ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലവുകളെ കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ദെൻ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്ക് എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് ഡാറ്റ, നമ്മുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് ചെലവ്, അത് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള ഡാറ്റാസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കോസ്റ്റ് ഡാറ്റാസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കോസ്റ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോസ്റ്റിംഗ് vehicle costing refers to the systematic process of calculating and allocating all expenses associated with owning, operating of vehicles used in road freight transport such as truck, lorries, bus. നമ്മൾ ലോജിസ്റ്റിക് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യൂസ് ചെയ്യുന്ന ട്രക്ക്, ലോറി, ബസ് ഇവരുടെയൊക്കെ ലോജിസ്റ്റിക് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ചിലവുകൾ ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് വെഹിക്കിൾ കോസ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ആവശ്യകത എന്ന് പറയുന്നത് നമ്മൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് ഉള്ളൂ. ടൈം ആണെങ്കിലും പണമാണെങ്കിലും. അത് മണി ആൻഡ് ടൈം ഈസ് അവർ മോസ്റ്റ് ലിമിറ്റഡ് റിസോഴ്സസ്, യു നോ ദാറ്റ്. അപ്പോ അത് എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നമുക്ക് വേസ്റ്റ് ആക്കി കളയല്ല രണ്ടും. അപ്പോൾ അത് എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു വാഹനം ഓപ്പറേറ്റ് ചെയ്യാൻ ഏകദേശം എത്ര ചെലവ് വരും എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് കീ റീസൺ ഫോർ വെഹിക്കിൾ കോസ്റ്റിംഗ് ആൻഡ് റോഡ് ഫ്രൈറ്റ് ട്രാൻസ്പോർട്ടേഷൻ. എന്തിന് നമ്മൾ ഇത് കണക്കാക്കണം? കോസ്റ്റിംഗ് സിസ്റ്റം, അതായത് ലോജിസ്റ്റിക് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് എന്തിന് നമ്മൾ കണക്കാക്കണം എന്നുള്ളതാണ്. ഒന്ന്, പ്രൈസിങ് ആൻഡ് കൊട്ടേഷൻ. ഞാൻ പറഞ്ഞു ലോജിസ്റ്റിക് ഓപ്പറേഷൻസിന്റെ പ്രൈസ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമതായിട്ട് പറയുന്നത് ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ പ്ലാനിങ്. വരവും ചെലവും ഉണ്ടെങ്കിൽ നമുക്ക് ബഡ്ജറ്റിംഗ് നടത്താൻ പറ്റുള്ളൂ. ബഡ്ജറ്റിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്ത് ഉണ്ടാവുള്ളൂ? ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടാവുള്ളൂ എന്നും കൂടെ വിദ്യാർത്ഥികൾ ഓർത്തു വെക്കുക. നാലാമതായിട്ട് പറയുന്നത് പെർഫോമൻസ് ഇവാലുവേഷൻ ആൻഡ് ബെഞ്ച് മാർക്കിംഗ്. നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനും, അതേപോലെ തന്നെ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെ തന്നെ ലോജിസ്റ്റിക് ഓപ്പറേഷൻ നടത്തുന്ന മറ്റൊരു സ്ഥാപനം ഉണ്ടാവും. ആ സ്ഥാപനത്തിന്റെ പെർഫോമൻസ് നമ്മളേതുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോസ്റ്റ് ഡീറ്റെയിൽസ് ആവശ്യമാണ്. റെഗുലേറ്ററി കംപ്ലൈൻസ് ആൻഡ് പ്രോഫിറ്റ് മാനേജ്മെന്റ്, അതേപോലെ തന്നെ ടാക്സ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. GST, ടാക്സ്, ഇത്തരത്തിലുള്ള ലീഗൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ മുകളിൽ. കാരണം നമ്മൾ രാജ്യത്ത് ജീവിക്കുന്ന ഒരു കമ്പനി, രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു കമ്പനി ആകുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അപ്പൊ അവിടുത്തെ നിയമ സംവിധാനത്തിന്റെ ഉള്ളിലുള്ള നിയമങ്ങൾ, ടാക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അടക്കേണ്ടതുണ്ട്. അതിന് ടാക്സ് അടക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് മനസ്സിലാക്കണം. പ്രോഫിറ്റ് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വരവും ചെലവ് എത്രയാന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ദെൻ പ്രോഫിറ്റ് മാനേജ്മെന്റ്, പ്രോഫിറ്റ് എത്ര ഉണ്ട്, അതെങ്ങനെ കൂട്ടാം എന്നുള്ള ഡിസിഷൻസ് ഒക്കെ ഇതിന്റെ ബേസിലാണ് വരുന്നത്. ഇതിന്റെ ഒരു ഇൻ പ്രാക്ടീസ് വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സ്മോൾ ഡൊമസ്റ്റിക് ഫേമിന് വരുന്ന കോസ്റ്റിൽ 40% അവരുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഫ്യൂവൽ റിലേറ്റഡ് കോസ്റ്റാ. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ത്രെഡ് ആണ്, ഫൈൻഡിങ്സ് ആണത്. ചെറിയ സ്ഥാപനങ്ങളുടെ വെഹിക്കിൾ കോസ്റ്റിങ്ങിൽ അവരുടെ കോസ്റ്റ് സ്ട്രക്ചർ നോക്കുമ്പോൾ അതിൽ 40% കോസ്റ്റ് വരുന്നത് അവരുടെ വെഹിക്കിളിന്റെ ഫ്യൂവൽ കോസ്റ്റ് ആണ്. ഫ്യൂവൽ കോസ്റ്റ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സ് ഇവിടുന്ന്
പ്രൊഡക്ഷൻ പ്ലേസിൽ നിന്നും കൺസംഷൻ പ്ലേസിലോട്ടോ അതല്ലെങ്കിൽ സെൻട്രലിൽ നിന്നും റിസീവറിലോട്ടോ എത്തിച്ചിട്ടുണ്ടാവും. റിട്ടേൺ ജേർണിയിൽ വാഹനം വരുന്നുണ്ട്, വാഹനം ഒരു empty വാഹനമാണെങ്കിൽ നമുക്ക് അവിടെ ഫ്യൂവൽ എക്സ്പെൻസ് വരുന്നുണ്ട്, പക്ഷെ നമുക്ക് അവിടെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നില്ല. ഈ ഒരു കാരണങ്ങൾ കൊണ്ടാവാം ഒരു പക്ഷേ 40% കോസ്റ്റ് അതിൽ വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെയിൻ ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ഇൻ ലോജിസ്റ്റിക്സ് ആ. ലോജിസ്റ്റിക് ഓപ്പറേഷനിൽ വരുന്ന കോസ്റ്റിംഗ് രീതികൾ ഏതൊക്കെയെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്കറിയാം സർവീസ് സെക്ടേഴ്സുകളെല്ലാം, ലോജിസ്റ്റിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സർവീസ് ഇൻഡസ്ട്രിയാണ്. അപ്പൊ സർവീസ് ഇൻഡസ്ട്രികളെല്ലാം ഫോളോ ചെയ്യുന്ന കോസ്റ്റിംഗ് രീതി എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ്. ഇവിടെ ഇതിന്റെ മീനിങ്ങിൽ പറയുന്നുണ്ട്, ഇൻ ലോജിസ്റ്റിക് മാനേജ്മെന്റ് കോസ്റ്റിംഗ് സിസ്റ്റം ക്ലാസിഫൈ ആൻഡ് അലോക്കേറ്റ് എക്സ്പെൻസ് ടു അണ്ടർസ്റ്റാൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. കോസ്റ്റുകളെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിലുള്ള ലോജിസ്റ്റിക്സ് ഫേമുകളും അതുപോലെ തന്നെ സർവീസ് സെക്ടറിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഫേമുകളും ഫോളോ ചെയ്യുന്ന കോസ്റ്റിംഗ് രീതി എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ്. ബിക്കോസ് ഇത് സർവീസ് സെക്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റിംഗ് രീതികൾ നിങ്ങൾ പഠിച്ചൊരു ഏരിയ ആയതുകൊണ്ട് അത് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ദെൻ വാരിയബിൾ കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ് രീതി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫിക്സ്ഡ് കോസ്റ്റുകൾ ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ വാരിയബിൾ കോസ്റ്റ് മാത്രം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. ദെൻ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, ABC കോസ്റ്റിംഗ് രീതികളും നിങ്ങൾക്ക് ലോജിസ്റ്റിക് ഓപ്പറേഷനിൽ കോസ്റ്റുകൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന ടെക്നിക്കുകളാണ്, അതല്ലെങ്കിൽ മെത്തേഡുകളാണ്. മെത്തേഡുകൾ എന്ന് പറയുന്നതാവും ഒന്നുകൂടെ ശരി, ടെക്നിക്കുകളെല്ലാം മെത്തേഡുകളാണെന്ന് വേണേ നമുക്ക് പറയാം. ഇനി നമ്മൾ പറയുന്നത് ഒരു വെഹിക്കിൾ സ്റ്റാൻഡിങ് കോസ്റ്റ് എന്താന്നുള്ളതാണ്. ഒരു വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫിക്സ്ഡ് എക്സ്പെൻസുകളെയാണ് വെഹിക്കിൾ സ്റ്റാൻഡിങ് കോസ്റ്റ് അതല്ലെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് വാഹനം ഓപ്പറേറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഇത്തരം കോസ്റ്റുകൾ സംഭവിക്കുക തന്നെ ചെയ്യും. അത്തരം കോസ്റ്റുകളെയാണ് സ്റ്റാൻഡിങ് കോസ്റ്റുകൾ എന്ന് പറയുന്നത്. These are the ownership related expenses incurred regardless of whether the vehicle is used or not. വാഹനം ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ആ വാഹനത്തിന്റെ ഉടമസ്ഥനാണോ എങ്കിൽ നമുക്ക് ഇത്തരം കോസ്റ്റുകൾ നിർബന്ധമായിട്ടും വന്നിരിക്കും. അത്തരത്തിൽ നിർബന്ധമായിട്ടും വരുന്ന കോസ്റ്റുകളെയാണ്, സംഭവിക്കുന്ന കോസ്റ്റുകളെയാണ് സ്റ്റാൻഡിങ് കോസ്റ്റുകൾ എന്ന് പറയുന്നത്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട കോസ്റ്റുകൾ ഡിപ്രീസിയേഷൻ, വാഹനത്തിന്റെ തേയ്മാനം, ഉപയോഗിച്ചാൽ അത് കൂടും, ഉപയോഗിച്ചിട്ടില്ലെങ്കിലും വർഷം ഇത്ര ശതമാനം എന്നുള്ള നിലക്ക് ഡിപ്രീസിയേഷൻ സംഭവിക്കും. ദെൻ നമുക്ക് വരുന്ന ഇൻഷുറൻസ് എക്സ്പെൻസുകൾ, വാഹനം ഓടിയാലും ഇല്ലെങ്കിലും നമ്മൾ ഇൻഷുറൻസ് കൊടുക്കണം. അതേപോലെ തന്നെ ലൈസൻസ്, റോഡ് ടാക്സുകൾ. ദെൻ നിങ്ങൾ ആ വാഹനം എടുത്തത് ഒരു ലോൺ എടുത്തിട്ടാന്ന് വിചാരിക്ക്. ലോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനം ഓടിയോ ഇല്ലയോ എന്നുള്ളതൊന്നും നോക്കൂല, ലോണിന്റെ മുതലും പലിശയും കറക്റ്റ് സമയത്ത് നിങ്ങൾ തിരിച്ചടക്കണം. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓർ ഫിനാൻസിങ് എന്ന് പറയുന്നത്. ദെൻ ഗ്യാരേജ് റെന്റ് ഓർ ഗ്യാരേജ് റെന്റ് ആൻഡ് സാലറി, നിങ്ങളുടെ വാഹനം എവിടെയും നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന ഗ്യാരേജ് റെന്റ്, അത് വാഹനം അവിടെ നിർത്തിയിട്ടില്ലെന്ന് എടുത്തു കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ റെന്റ് കൊടുക്കൽ നിർബന്ധം. ദെൻ സാലറി, നിങ്ങളുടെ ഡ്രൈവറിന്റെ സാലറി, വാഹനം ഓടിയാൽ മാത്രമേ ഡ്രൈവറിന് സാലറി ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അവിടെ ആ ഡ്രൈവറിനെ നമുക്ക് കൂടുതൽ കാലം നിലനിർത്താൻ കഴിയില്ല. സോ ഫിക്സ്ഡ് സാലറി ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് സ്റ്റാൻഡിങ് കോസ്റ്റ് ആണെന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ സ്റ്റാൻഡിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം ഓടിയാലും ഇല്ലെങ്കിലും സംഭവിക്കുന്ന ചെലവുകളെയാണ് സ്റ്റാൻഡിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി വാഹനം ഓടിയാൽ മാത്രം സംഭവിക്കുന്ന ചെലവുകളെയോ, അത്തരം ചെലവുകളെയാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് അഥവാ റണ്ണിങ് കോസ്റ്റുകൾ എന്ന് പറയുന്നത്. വാഹനം ഓടിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത്തരത്തിലുള്ള ചെലവുകളുള്ളൂ. അതിൽ പ്രധാനപ്പെട്ടതാണ് ഫ്യൂവല്. ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എണ്ണ അടിക്കുള്ളൂ വാഹനത്തിലോട്ട്. സോ ഫ്യൂവൽ എക്സ്പെൻസ്. ദെൻ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയറുകൾ, നമ്മൾ വാഹനം ഓടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പാർട്സുകളുടെ ടയർ വിയർ അതേപോലുള്ള റിപ്പയർ ചാർജസ് ഒക്കെ ചിലപ്പോൾ വാഹനം ഓടിച്ചാൽ മാത്രമേ വരുള്ളൂ, അത് വരുന്നത്. ദെൻ ലേബർ ചാർജസുകൾ, ലോഡിങ്ങും അൺലോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി വേജിന് ഒരാൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ചാർജസ്, അതേപോലെ തന്നെ ടോൾ പ്ലാസകളിൽ നമ്മൾ കൊടുക്കുന്ന ക്യാഷ്, മിസ്ലേനിയസ് എക്സ്പെൻസുകളൊക്കെ വരുന്നത് ഏതിലാണ്? റണ്ണിങ് കോസ്റ്റുകളാണ്. റണ്ണിങ് കോസ്റ്റുകൾ അതല്ലെങ്കിൽ വാരിയബിൾ കോസ്റ്റ്. അപ്പൊ എന്താ വാരിയബിൾ കോസ്റ്റ്? വാഹനം ഓടിയാൽ മാത്രം സംഭവിക്കുന്ന ചെലവിനെ, റൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം സംഭവിക്കുന്ന ചെലവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കോസ്റ്റ് ആണ് ഓവർ ഹെഡ് കോസ്റ്റ്. വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കോസ്റ്റ്, സ്റ്റാൻഡിങ് കോസ്റ്റും റണ്ണിങ് കോസ്റ്റും, അതല്ലെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും. ഇനി ഇത് മാത്രമാണോ ഒരു ലോജിസ്റ്റിക് ഓപ്പറേഷനിൽ വരുന്ന ചെലവ്? തീർച്ചയായിട്ടും അല്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ചെലവിനപ്പുറത്ത് ഈ ഒരു സ്ഥാപനം റൺ ചെയ്യാൻ ഒരു ഓഫീസ് വേണം.
ആ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ചെലവുകളുണ്ട്. അത്തരത്തിൽ വരുന്ന ചെലവുകളെയാണ് നമ്മൾ ഓവർ ഹെഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ബിക്കോസ് ദാറ്റ് ആർ നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് റണ്ണിങ് ഓഫ് എ വെഹിക്കിൾ, അതല്ലെങ്കിൽ ഒരു ഓയിങ് എ വെഹിക്കിൾ, നമ്മളൊരു വാഹനം ഓൺ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അതല്ലെങ്കിൽ ഒരു വാഹനം റൺ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലാതെ വരുന്ന ചെലവുകളെയാണ് നമ്മൾ ഓവർ ഹെഡ് എക്സ്പെൻസുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വരുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്. നമ്മുടെ സ്ഥാപനത്തിൽ ഒരുപാട് ജോലിക്കാരുണ്ടാവും, വാഹനവുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്തത് തന്നെ അവർക്ക് കൊടുക്കുന്ന സാലറീസ്, നമ്മുടെ കമ്പനിയുടെ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചെലവുകൾ, നമ്മുടെ കമ്പനിയുടെ ഓഫീസ് വെയർ ഹൗസ് ഫെസിലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചെലവുകൾ, നമ്മുടെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ചെലവുകൾ, ഇത്തരം ചെലവുകളൊക്കെയാണ് എന്തിൽ വരുന്നത്, ഓവർ ഹെഡ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾക്കൊരു വാഹനത്തിന്റെ ഒരു ലോജിസ്റ്റിക് ഓപ്പറേഷന്റെ കോസ്റ്റുകൾ പ്രധാനമായിട്ടും മൂന്നെണ്ണാണ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഓവർ ഹെഡ് കോസ്റ്റിനെ നമ്മൾക്കൊരു വാഹനം, അതായത് ഒരു ലോജിസ്റ്റിക് ഓപ്പറേഷന്റെ കോസ്റ്റുകളായിട്ട് കണക്കാക്കാവുന്നതാണ്. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെ ഒരു കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കോസ്റ്റിംഗ് എങ്ങനെ നടപ്പാക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മുടെ സ്ഥാപനത്തിൽ ഒരുപാട് വാഹനങ്ങൾ ഉണ്ടാവും. ഓരോ വാഹനത്തിനും വരുന്ന ചിലവുകൾ സെപ്പറേറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ചെലവുകളെല്ലാം അഗ്രിഗേറ്റ് ചെയ്യുക, ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനമാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെലവുകളെല്ലാം നിങ്ങൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം എത്ര ഔട്ട്പുട്ട് ആണ്, അതല്ലെങ്കിൽ നമ്മൾ എത്ര ടണ്ണാണ് ട്രാൻസ്പോർട്ട് ചെയ്യാറുള്ളത് എന്നുള്ളത് പ്രീവിയസ് എക്സ്പീരിയൻസിന്റെ ബേസിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ടോട്ടൽ എക്സ്പെൻസിനെ ടണ്ണ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർ ടണ്ണ് എത്ര എക്സ്പെൻസാണ് വരുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അതാണ് ഇതിലുള്ള സ്റ്റെപ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു പാർട്ടിൽ കോസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുക. നമ്മളിത് മാക്സിമം സ്പീഡിലാണ് പോകുന്നത്, കാരണം എക്സാം എടുത്തിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്പീഡിലാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ്സുകൾ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.